പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിൻ്റെ മരണത്തിൽ ദുരൂഹത ആവർത്തിച്ച കുടുംബം. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ സഹപാഠികളായ 3 പെൺകുട്ടികളുടെ പങ്ക് അന്വേഷിക്കണമെന്നും അമ്മ പോലീസിന് മൊഴി കൊടുത്തു. അമ്മുവിൻ്റെ മരണം ആത്മഹത്യ തന്നെയെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. എ.ബി. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, യഥാർത്ഥത്തിൽ ഈ അമ്മുവിൻ്റെ മരണം ആത്മഹത്യയെന്ന് ഉറപ്പിക്കാറായോ? ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഈ അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അന്വേഷണം അത് വിവിധ തലങ്ങളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഔദ്യോഗികമായി ഇതുവരെ ഇതൊരു ആത്മഹത്യയാണെന്ന കാര്യത്തിൽ ഇല്ലെങ്കിൽ മറ്റ് തലത്തിലുള്ള നിഗമനങ്ങളിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ അല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് പ്രാഥമികമായി ആത്മഹത്യ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേരുന്നത്. മറ്റ് വിവരങ്ങൾ, വിശദാംശങ്ങളെല്ലാം ഇനി വരുന്ന മണിക്കൂറുകളിലെ തെളിവെടുപ്പിലായിരിക്കും കൂടുതൽ കണ്ടെത്താനാവുക. നിലവിൽ കുടുംബം ഈ മരണവുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്യില്ല, കോളേജിലുണ്ടായ പ്രശ്നങ്ങളാണ് മകളുടെ മരണത്തിൽ കലാശിച്ചത്, വലിയ ദുരൂഹതയുണ്ട്, ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നാണ് ഇന്നലെ പത്തനംതിട്ട പോലീസിന് ഈ അമ്മുവിൻ്റെ അമ്മ നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം തന്നെ ഈ 3 സഹപാഠികളോടുള്ള സംശയവും ഈ കുടുംബം ആവർത്തിക്കുന്നുണ്ട്. ഈ സഹപാഠികളുടെ പെരുമാറ്റം ഇല്ലെങ്കിൽ ഇവരുടെ ഇടപെടലാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചതെന്നൊരു ആരോപണവും ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പോലീസ് ഇക്കാര്യമെല്ലാം തന്നെ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ 3 സഹപാഠികളുടെയും മൊഴി പത്തനംതിട്ട പോലീസ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. ഈ 3 പെൺകുട്ടികളെയും പത്തനംതിട്ടയിൽ വിളിച്ചു വരുത്തിയായിരിക്കും പോലീസ് മൊഴി രേഖപ്പെടുത്തുക. നിലവിൽ ഈ 3 പെൺകുട്ടികളും അവരുടെ വീടുകളിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരെ പത്തനംതിട്ടയിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തും. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ അമ്മുവിൻ്റെ ഫോൺ ഉൾപ്പെടെ ഡിജിറ്റൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം വരാനുണ്ട്. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്ക്. എന്തായാലും ജയശങ്കറാണ് വിവരം നൽകിയത്.